തവനൂരിലെ പോരാട്ടം കേരളം ആകെ ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭം തൊട്ട് നമുക്കറിയാം, ആദ്യം തുടങ്ങി വെച്ച ആൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ PR ഏജൻസി നിർദ്ദേശിച്ചനുസരിച്ച് ഹിന്ദുവിലൊരു അഭിമുഖം കൊടുത്തു. നിങ്ങൾക്കറിയാം ആ അഭിമുഖം എന്തായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ മറ്റെല്ലാ ജില്ലകളെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായി പങ്കാളിത്തം വഹിക്കുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആ പരാമർശം പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞെങ്കിലും അദ്ദേഹം മറന്നുപോയൊരു പാരമ്പര്യമുണ്ട് മലപ്പുറത്ത്. എനിക്ക് ഓർമ്മയുള്ളത് പല സംഭവങ്ങളുണ്ട്. മലപ്പുറത്തിൻ്റെ മതേതരത്വ മാതൃകയ്ക്ക് അത് ബാബരി മസ്ജിദ് തകർന്നപ്പോൾ അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെയൊക്കെ എരുതിയിൽ എണ്ണയൊഴിക്കാതെ എരുതിയിൽ വെള്ളമൊഴിച്ച് കത്തിച്ചത്, വെള്ളമൊഴിച്ച് തീർത്തത് പാണക്കാട് കുടുംബമായിരുന്നു എന്നുള്ള കാര്യം കേരളം ഒരു കാലത്തും മറക്കാത്ത രാഷ്ട്രീയത്തിൽ. ഇതിന് മറ്റൊരു കാര്യം മലപ്പുറം കാണിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 96-95 കാലഘട്ടത്തിലാണ് ശ്രീ കെ കരുണാകരൻ മാറി AK ആന്റണി മുഖ്യമന്ത്രിയായി. AK ആന്റണിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ആവശ്യമായിരുന്നു. അന്ന് പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും പറഞ്ഞു തിരൂരങ്ങാടിയിൽ വന്ന് മത്സരിക്കാൻ. AK ആന്റണി എന്ന് പറയുന്ന നേതാവ് കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അന്ന് ഇവിടെ വിളിച്ച് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവുമാണ്. കേരളത്തിൻ്റെ യഥാർത്ഥ കേരള സ്റ്റോറി മലപ്പുറം കാണിച്ചു കൊടുത്തത് ഈ 3-4 സംഭവങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇപ്രാവശ്യവും നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ